സ്വപ്നമായി കാത്തു കാത്തു നിന്നു നീ അരികെ വന്നു ചേരുവാനിൻ ജീവനിൽ സീതാരാമ ഓ സീതാരാമ. അത് കണ്ടോ, നിങ്ങളുടെ രണ്ടുപേരുടെയും പട്ടങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടി നിൽക്കുന്നത്. നിങ്ങൾ ഇനി എത്രയൊക്കെ കഷ്ടപ്പെട്ടാലും എങ്ങനെയാ ഈ കേട്ട് അത്ര പെട്ടെന്നൊന്നും അഴിക്കാൻ പറ്റില്ല. ഇവിടെ ഇത്രയും പട്ടം ഉണ്ടായിട്ടും സീതാ മേഡത്തിന്റെയും റാം സാറിന്റെയും പട്ട മോളി പറക്കുന്നേ. പക്ഷേ ഇനി തൊടാൻ പറ്റില്ല. സർ, അപ്പൊ ഇവരുടെ രണ്ടുപേരുടെയും പട്ടങ്ങൾ നമുക്ക് കോമ്പറ്റീഷനിൽ കൺസിഡർ ചെയ്യാൻ പറ്റില്ലേ? നോ 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 കൺസിഡർ ചെയ്തേ പറ്റൂ. രണ്ടാളും ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട്. എടാ നമുക്കിനി ചെറിയൊരു ഡ്രിങ്ക്സ് ബ്രേക്ക് എടുത്താലോ? എന്ത് പറയുന്നു? ഒരു ബ്രേക്ക് എടുത്താലോ? അപ്പോഴേക്കും ആ രണ്ട് പട്ടങ്ങളും സെപ്പറേറ്റ് ആകാതിരിക്കാം. അപ്പോഴേക്കും ഒരു ഡ്രിങ്ക്സ് ബ്രേക്ക്. യെസ് ഗൈസ്, ലെറ്റ്സ് ടേക്ക് എ സ്മോൾ ബ്രേക്ക്. അയ്യോ, ഇത് ഞാനല്ല ഉണ്ടാക്കിയേ, സീത ഉണ്ടാക്കിയതാ. നിങ്ങൾ ധൈര്യമായിട്ട് കഴിച്ചോളൂ. താങ്ക് യു. താനും എടുത്തോളൂ. ഇങ്ങനത്തെ ദിവസം വരുമ്പോ ഇതൊക്കെ കയ്യിൽ വെച്ചിട്ട് കഴിക്കാതിരിക്കോ? ഞാൻ കഴിച്ചോളാം. താങ്ക്സ്. എടി സീത, ഇത് നീ ഉണ്ടാക്കിയതല്ലേ? നീ തന്നെ എല്ലാവർക്കും കൊടുക്ക്. അത് നോക്കി, അവിടെ നമ്മുടെ ബോസ് ഇരിപ്പുണ്ട്. അദ്ദേഹത്തിന് മാത്രം നീ തന്നെ കൊണ്ടുപോയി കൊടുക്കണം. വന്നപ്പോ തൊട്ട് അദ്ദേഹം നിന്നോട് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. അപ്പൊ എന്തോ കാര്യമുണ്ട്. എന്തുണ്ടാവാനാടി? വെറുതെ സംസാരിച്ചതാവും. നീ വെറുതെ ആവശ്യമില്ലാതെ ഒന്നും ചിന്തിക്കണ്ട. സീത, ഞാനൊന്ന് ടേസ്റ്റ് നോക്കട്ടെ മോളെ. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ. സർ, പ്ലീസ് എടുത്തോളൂ. ആ, വീട്ടിലുണ്ടാക്കിയോ? അപ്പൊ രണ്ടെണ്ണം വേണം മോളെ. അച്ഛാ, അച്ഛൻ എന്തീ ചെയ്യുന്നേ? പുറത്തുനിന്നുള്ള ഫുഡൊന്നും കഴിക്കരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞതല്ലേ? ഇത് പുറത്തുനിന്നല്ല മോളെ, അവള് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ. സീത ഉണ്ടാക്കിയ ഭക്ഷണമാണെങ്കിൽ രുചി മാത്രമല്ല ശുചിത്വം ഉണ്ടാവും. അതല്ല ഈ എള്ളുണ്ട കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ല മോളെ. സീത, ഈ ഭാർഗവിക്ക് എന്റെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ കൂടുതലാണ്. അവളെല്ലാം നോക്കുന്നേ. അതുകൊണ്ടേ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്നേ. സർ, ഇത് കഴിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ആരോഗ്യത്തിന് പ്രശ്നം ഉണ്ടാവുമെങ്കിൽ നിങ്ങളിത് കഴിക്കണ്ട. എള്ളുണ്ട കഴിക്കുന്നോണ്ട് എന്ത് പ്രശ്നം ഉണ്ടാകാനാ മോളെ? പ്രശ്നം മുഴുവൻ ഈ ഉണ്ടക്കല്ലേ. സീത, നീ എടുക്കും മോളെ. ഭാർഗവിയാണ് ചാ. നീ എടുത്തോ മോളെ. പാചകത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഓഫീസിലെ കാര്യങ്ങളാണെങ്കിലും ബെസ്റ്റ്. മിടുക്കിയ. നന്നായിട്ടുണ്ട് മോളെ, വളരെ നന്നായിട്ടുണ്ട്. സീത, സീത. താങ്ക് യു സർ. എല്ലാവർക്കും കൊടുത്തിട്ട് ഇദ്ദേഹത്തിന് കൊടുത്തില്ലെങ്കിൽ ശരിയാവില്ല. സർ, എടുത്തോളൂ. നല്ലത് മാത്രം കഴിച്ച് ഉള്ളു തുറക്ക്. ഞാനിവിടെ കുറെ നേരമായിട്ട് ഉള്ളു തുറന്ന് സംസാരിച്ചോണ്ടിരിക്കുക.
പക്ഷെ സീതാ മേഡം ഞാൻ പറഞ്ഞത് കേൾക്കാൻ തയ്യാറാവുന്നില്ല. എനിവേയ്സ്, എള്ളുണ്ടയൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന എനിക്ക് ഇതുവരെ അറിയില്ലായിരുന്നു കേട്ടോ. ക്യൂട്ടാണല്ലോ. സീത നോക്കി, നിന്നെ മോള് വിളിക്കുന്നുണ്ട്. സി ആണോ? മേ ഐ? ഭാർഗവി, ആ കുട്ടിയെ കാണുമ്പോൾ നിനക്ക് എന്താ തോന്നുന്നേ? ഓഫീസ് ജോലി മാത്രമല്ല, അവൾ അടുക്കള ജോലി നന്നായിട്ട് ചെയ്യുമെന്ന് തോന്നുന്നു. അച്ഛനെന്താ അങ്ങനെ ചോദിച്ചേ? ഒന്നുമില്ല, വെറുതെ ചോദിച്ചതാ. ആ കുട്ടിയുടെ കല്യാണം മുടങ്ങിപ്പോയി. അതിന്റെ ഒരു സങ്കടമില്ലാതെ എത്ര ഹാപ്പി ആയിട്ട് ഇരിക്കുന്നേ, അതുകൊണ്ടാ. ഇന്നത്തെ കാലത്ത് വിവാഹം മണ്ഡപം വരെ എത്തിയിട്ട് മുടങ്ങി പോകുന്നത് അത്ര വലിയ കാര്യമൊന്നും അല്ലല്ലോ അച്ഛാ. അവരുടെ വീട്ടുകാര് മറ്റൊരു വിവാഹം അന്വേഷിക്കുന്നുണ്ടാവും. അല്ല, വേണമെങ്കിൽ നമ്മുടെ ഓഫീസിൽ തന്നെ നല്ല പയ്യന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കണ്ടുപിടിച്ചു കൊടുക്കാം. അവള് നമ്മുടെ എംപ്ലോയി ആവുമ്പോ അത്രയെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യണ്ടേ അച്ഛാ. മറ്റൊരു കാര്യം കൂടി ഉണ്ട് അച്ഛാ. അച്ഛന്റെ പേരക്കുട്ടിയുടെ കല്യാണക്കാര്യം മറന്നുപോയല്ലോ. അച്ഛൻ അന്ന് എന്നോട് ഒരിക്കൽ പറഞ്ഞിരുന്നില്ലേ, അച്ഛൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ഉണ്ട്, അദ്ദേഹത്തിന്റെ പേരക്കുട്ടിയുടെ കാര്യം നമുക്ക് ആലോചിക്കാന്ന്. അവനത് വേണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ മോളെ. അതുകൂടാതെ ആ കുട്ടിയുടെ രണ്ടാം കല്യാണോ? എന്റെ കൂട്ടുകാരനാന്ന് കരുതി ഏതെങ്കിലും ഒരു പെണ്ണിനെ പിടിച്ച് എന്റെ കൊച്ചിന്റെ തലയിൽ വെച്ച് കൊടുക്കാൻ പറ്റൂ? എന്റെ പേരക്കുട്ടിക്ക് ആ കുട്ടിയൊന്നും ചേരില്ല. നമ്മുടെ അപ്പൂന് ഞാൻ തന്നെ നല്ലൊരു കുട്ടിയെ കണ്ടുപിടിക്കും. വേണ്ട മോളെ, വേണ്ട, അതൊന്നും വേണ്ട. നമ്മുടെ റാമിന് ഏത് കുട്ടി കല്യാണം കഴിക്കണമെന്ന് ദൈവം തന്നെ തീരുമാനിച്ചോളും. ചിലപ്പോ ഓൾറെഡി അവനവളെ കിട്ടിയിട്ടുണ്ടാകാൻ, കിട്ടാതിരിക്കാം. അതുകൊണ്ടാ ഞാൻ അതിനെ കുറിച്ച് ആലോചിക്കാത്ത. നീയും ഒന്നും ചെയ്യണ്ട, പ്രശ്നമില്ല. എല്ലാം അതിന്റെ വഴിക്ക് നടക്കും. ഹലോ, എത്ര തവണ നിന്നെ ഫോൺ ചെയ്യണം സീതമ്മ? നീ എവിടെയാ ഉള്ളേ? കൊറേ ജോലിയുണ്ടോ? സിഹിമോളെ, ഞാനേ ബാഗ് മറ്റൊരിടത്ത് വെച്ചിരിക്കുകയായിരുന്നു, അതുകൊണ്ട് അറിഞ്ഞില്ല. സോറി. അയ്യോ സീതമ്മ, സീതമ്മ എവിടെയാ ഉള്ളത്? സീതമ്മ, മരവും ആകാശവും പാട്ടും ഒക്കെ കാണുന്നുണ്ടല്ലോ. ഓഫീസിലല്ലേ നീ അപ്പൊ ഉള്ളത്? സിഹിമോളെ, സംക്രാന്തി സെലിബ്രേഷൻ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഓഫീസിൽ നിന്ന് എല്ലാരും പുറത്തേക്ക് വന്നേക്കാ. വാവ്, നീ ഇപ്പൊ ഉള്ള സ്ഥലം സൂപ്പറാ. സീതമ്മ, എന്റെ ഫ്രണ്ടും അവിടെ ഉണ്ടോ? പറ സീതമ്മ. സീതമ്മ, ഞാൻ ഉണ്ടാക്കിയ എള്ളുണ്ട എന്റെ ഫ്രണ്ട് എടുത്തോ? എങ്ങനെയുണ്ട്, അവന് ഇഷ്ടായോ? സീതമ്മ, ഞാൻ എന്റെ ഫ്രണ്ടിനോട് സംസാരിക്കട്ടെ? ഫോൺ എന്റെ ഫ്രണ്ടിന് കൊടുക്കോ? ഞാൻ ഹാപ്പി സംക്രാന്തി മാത്രമേ പറയൂ. സിഹി, ഹലോ. സീതമ്മ, സീതമ്മ. സിഹി, ഹലോ സീതമ്മ, കേക്കുന്നുണ്ടോ? ഹലോ. ഹലോ സിഹി, സിഹി മോളെ. ഹലോ സീതമ്മ, സീതമ്മ, ഞാൻ പറയുന്നത് കേക്കുന്നുണ്ടോ? എന്തു പറ്റിയാക്കരെ? മുത്തശ്ശ, സീതമ്മ എന്നോട് കളവ് പറഞ്ഞു, പറ്റിച്ചു. പറ്റിച്ചോ? അതെങ്ങനെയാ മോളെ? ആ മുത്തശ്ശ, ഓഫീസിൽ ഒരുപാട് ജോലി തിരക്കാന്ന് പറഞ്ഞ് വെളിയിലോട്ട് എങ്ങോട്ടോ പോയിരിക്കുക. നിന്റെ അമ്മ അങ്ങനെയൊന്നും ചെയ്യില്ല മോളെ.
മോളെ, നിന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും ജോലി കാണും. നീ ഇങ്ങനെയൊന്നും ദേഷ്യം പിടിക്കില്ല കേട്ടോ. ഇല്ല, എനിക്ക് ദേഷ്യം വന്നിട്ടുണ്ട്. ഇനി ഞാൻ സീതമ്മയുടെ ടു ടു ടു. ശരി ചക്കരെ, സീതമ്മയോടല്ലേ ദേഷ്യമുള്ളൂ. സീതമ്മ വന്നിട്ട് നമുക്ക് വിളിച്ച് ചോദ്യം ചെയ്യാം. ഇപ്പൊ മോൾ ഇതൊക്കെ കഴിച്ചിട്ട് ചായാന്റിയുടെ വീട്ടില് എള്ളുണ്ട കൊണ്ട് കൊടുത്തില്ലല്ലോ, മോള് പോയി കൊടുത്തിട്ട് വാ. ഞാൻ എങ്ങോട്ടും പോണില്ല. സിഹി, നീ വരുന്നുണ്ടോ? നമുക്ക് പോയി കളിക്കാം. ഞാൻ എങ്ങോട്ടും വരുന്നില്ല ശ്രേയസ്. നിനക്ക് ദേഷ്യം വളരെ കൂടുതലാ സിഹി. അങ്ങനെ കരുതിക്കോടാ. മോളെ വാങ്ങ, നിനക്കേ കരിമ്പ് ഭയങ്കര ഇഷ്ടമല്ലേ, അതുകൊണ്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നിനക്ക് വേണ്ടിയാ, കഴിക്കേ. എനിക്ക് കരിമ്പ് വേണ്ട, ഒന്നും വേണ്ട. സീത, എന്തോ സംസാരിക്കായിരുന്നല്ലോ. ഞാൻ നിന്നെ ബുദ്ധിമുട്ടിച്ച മോളെ? ഇല്ല സർ, കോള് കണക്ട് ആവുന്നുണ്ടായിരുന്നില്ല. എന്തോ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടെന്നാ തോന്നുന്നത്. സംസാരിച്ചോ. കുഴപ്പമില്ല സർ, ഇവിടെ നെറ്റ്വർക്ക് ഇഷ്യൂ ഉള്ളതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ പറ്റാത്ത. ഞാൻ ഇത് കഴിഞ്ഞ് വിളിച്ചോളാം. ഞാനേ ഇവിടെ വെച്ച് ഇങ്ങനെ സംസാരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? മോളുടെ വീട്ടില് ആർക്കും പ്രശ്നമൊന്നുമില്ലല്ലോ? സർ, അതെന്താ അങ്ങനെ ചോദിച്ചേ? അത് കണ്ടോ, ഇവിടെ എല്ലാവരും കളിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ കളിയും ചിരിയായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്തെ നീ ഒരാള് മാത്രം ഇങ്ങനെ മനസ്സിലെന്തോ ഒളിപ്പിച്ചിരിക്കുക എന്ന് തോന്നി. അല്ല, അവിടെ ആർക്കും കുഴപ്പമൊന്നുമില്ലെങ്കിൽ വലിയ സന്തോഷം. വീട്ടില് ആരൊക്കെ ഉണ്ട്? ഗായ്സ്, എല്ലാവരുടെയും വയർ നിറഞ്ഞില്ലേ? ലെറ്റ്സ് ഹാവ് സം ഫൺ. സർ, അത് ഞാനും എന്റെ മകളും സർ. എന്താ പറയുന്നൊന്നും ശരിക്കും കേൾക്കുന്നില്ല. ഞാൻ പോകട്ടെ, പിന്നീട് സംസാരിക്കാം. ശരി സർ. സീത, ബോസ് നിന്നോട് എന്താ പറഞ്ഞേ? അതൊന്നും ഇല്ലടി, വീട്ടിൽ ആരൊക്കെയുണ്ട് എന്തൊക്കെയാന്നൊക്കെ അന്വേഷിച്ചതാ. അത്രയുള്ളോ? സത്യമായിട്ടും? വേറെ എന്ത് ചോദിക്കാനാ? വന്നേ. സീത, സിഹി എന്താ വിളിച്ചേ? അവൾ എന്നെ പറ്റി ചോദിച്ചോ? അതെ സർ, നിങ്ങളെ പറ്റി ചോദിച്ചിരുന്നു. എനിക്ക് തോന്നുന്നു അവൾക്ക് സാറിനോട് സംസാരിക്കണമെന്ന്. പക്ഷെ ഇവിടെ റേഞ്ച് ഭയങ്കര കുറവായതുകൊണ്ട് കോള് തനിയെ കട്ടായി. സീത, എനിക്ക് സിഹിയോടൊന്നും സംസാരിക്കണമായിരുന്നു. നിങ്ങൾ ഇനി അവളെ വിളിക്കാനൊന്നും നിൽക്കണ്ട. അവളും അതെ, നിങ്ങളെ ഇനി വിളിച്ച് അവള് ശല്യം ചെയ്യില്ല. നിങ്ങളുടെ വർക്ക് പ്രഷർ ഒന്നും അവൾക്ക് മനസ്സിലാവില്ല സർ. വീണ്ടും വിളിച്ച് ബുദ്ധിമുട്ടിക്കരുതെന്ന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം അവളെ. സീത, ദിസ് ഇസ് റിയലി ടു മച്ച്. സിഹിയോട് സംസാരിക്കുന്നത് എന്റെ ലൈഫിലെ ഫസ്റ്റ് പ്രയോറിറ്റിയാണ് സീത. ഇറ്റ്സ് നോട്ട് ഗോണ ബി എ ബിഗ് പ്രോബ്ലം ഫോർ മീ. ഇൻഫാക്ട് ഞാൻ അവളോട് സംസാരിക്കുന്ന സമയത്ത് അതിന്റെ ടെൻഷനൊക്കെ ഒന്ന് കുറയുന്നത് തന്നെ സീത. നിങ്ങളുടെ ടെൻഷൻ കുറയ്ക്കാൻ പോയിട്ട് അവൾ വെറുതെ അറ്റാച്ച്മെന്റ് കൂട്ടിക്കൊണ്ടേയിരിക്കും. ഇത്ര വലിയ കമ്പനിയുടെ ബോസ് അല്ലേ നിങ്ങള്? ഇത്ര ചെറിയ കാര്യം പോലും നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ എങ്ങനെയാ സർ? സീത, എന്തിനാ വെറുതെ ആവശ്യമില്ലാത്തൊക്കെ സംസാരിച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നേ? സർ, നിങ്ങൾ എങ്ങനെയൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നേ? അവള് വളരെ ചെറിയ കുട്ടിയാ, അവൾക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷേ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും. പക്ഷെ നിങ്ങൾ അതിന് ശ്രമിക്കുന്നില്ല സർ. കുട്ടിയുടെ മനസ്സിൽ ഒരാവശ്യമില്ലാതെ ഇങ്ങനെ അറ്റാച്ച്മെന്റ് വളർത്തരുത് പ്ലീസ്. ഇതിൽ കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനുമില്ല.
ഭാർഗവി, ഇതെന്ത് കളിയാ മോളെ? ഇത് ദംഷാട്ട് സജ. ഇപ്പൊ അവരൊരു ബോൾ ഇങ്ങനെ പാസ് ചെയ്യുന്നത് കണ്ടോ? മ്യൂസിക് സ്റ്റോപ്പ് ആവുമ്പോ ആ ബോൾ ആരുടെ കയ്യിലാണുള്ളത് അവർ ആ ബൗളിൽ നിന്നൊരു പേപ്പർ പിക്ക് ചെയ്യും. ആ പേപ്പറിൽ എന്താണോ എഴുതിയിട്ടുള്ളത് അത് മൂകാഭിനയത്തിലൂടെ എക്സ്പ്രസ് ചെയ്യണം. ഇത് കൊള്ളാലോ, ഈ കളി കൊള്ളാലോ. Hey! കുരുക്ഷേത്ര പഴശ്ശിരാജയാണോ സാർ? മൂവിയുടെ പേരല്ലേ ചോദിക്കുന്നേ? ഉറുമിയാണോ സാർ? ക്യാരക്ടറാണോ കുരുക്ഷേത്ര? അശോക, ആരാ ക്യാരക്ടർ ഇത്? ഓ ഭുജബല. ഓ ബബ്രുവാഹന. വാവ്, ബ്രില്യന്റ് അശോക്, നീ വളരെ നന്നായിട്ട് അഭിനയിച്ചല്ലോ. അഭിനയിക്കാൻ പിന്നെ നിന്നെ പഠിപ്പിക്കണ്ടല്ലോ അല്ലേ? അച്ഛൻ കണ്ടില്ലേ അച്ഛാ, അശോക് എത്ര നന്നായിട്ട് അഭിനയിക്കുന്നല്ലേ. ആക്ടിങ്ങിന്റെ കാര്യത്തിൽ ഇവനൊരു എക്സ്പേർട്ട് ആണല്ലേ. നീ ഇങ്ങനെ അഭിനയിച്ചോണ്ടാ എല്ലാവർക്കും പറയാൻ പറ്റിയത്. എക്സലന്റ് അശോക്. ഇതിപ്പോ എങ്ങനെയാ ചെയ്യണ്ടേന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ചെയ്തോ. കമലതളം അരുന്നതി. അയ്യോ, മനസ്സിലാവുന്നില്ല. ചാമുണ്ടേശ്വരി, കാഞ്ചന, അരുന്ധതി. ഒന്നും കൂടെ വേറെ എന്തെങ്കിലും കാണിക്കേ. ഹോളിഡേയ്സ് ആണോ? മണിച്ചിത്രത്താഴ്. ഓക്കെ. നാഗവല്ലി. സീത, നീയാ ചെല്ല്. വേറെ ആരെങ്കിലും എടുക്കോ പ്ലീസ്, എനിക്കിതിന് കഴിയില്ല. ഹേ കമോൺ സീത. സീത കമോൺ, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നീ വളരെ ടാലന്റഡ് ആണെന്ന്. ധൈര്യമായിട്ട് ചെയ്യ്. കമോൺ, ബി എ സ്പോട്ട്. മര്യാദക്ക് ചെയ്യാൻ നോക്ക, അല്ലെങ്കിൽ ഇമോഷൻ എഴുതേണ്ടി വരും. ചെയ്യ്. സീത
സരസ്വതി. അമ്പും ബാണ. നോക്കുമോളെ, ടൈമുണ്ട്. പെട്ടെന്ന് പെട്ടെന്ന് ആക്ട് ചെയ്ത് തീർക്ക്. വേറെ എന്തെങ്കിലും ചെയ്യുമോളെ. വേറെ എന്തെങ്കിലും ചെയ്തു കാണിക്ക് സീത. രാജാവിന്റെ ആണോ? അതുമല്ലേ, നിനക്ക് അഭിനയിച്ച് കാണിക്കാൻ അറിയില്ല. ഒരു പാട്ട് പാട്. പാട്ടോ? ഇതെന്താ പുതിയ റൂൾസ് ഒക്കെ? സീത, പാനിക് ആവണ്ട. ഇനി 1 മിനിറ്റ് സമയമുണ്ട്. സമാധാനമായിട്ട് ചെയ്യും. രാമനോ? ശ്രീരാമ. ശ്രീരാമചന്ദ്രൻ. നോക്കുമോളെ ഭാർഗവി, ആ കുട്ടി എത്ര സിമ്പിളായിട്ട് എളുപ്പത്തില് എത്ര മിടുക്കോടെയാ ശ്രീരാമചന്ദ്രൻ എന്ന് കാണിച്ച്. അല്ല മോളെ സീത, നീയേ ഞങ്ങളുടെ രാമന്റെ അടുത്ത് നിൽക്കുന്നതിന് കണ്ടപ്പോഴേ സീതാസമേതം ശ്രീരാമചന്ദ്രൻ നിൽക്കുന്ന പോലെ തോന്നി. അച്ഛൻ എന്താ ഇവളോട് ഇത്രയധികം സംസാരിക്കുന്നേ? ഒരുപാടങ്ങ് പുകഴ്ത്തുന്നുണ്ടല്ലോ. എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. സംതിങ് ഈസ് നോട്ട് ഓൾ റൈറ്റ്.